ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടേ. കേതളാണ്. അപ്പൊ നമുക്കതൊന്ന് അച്ചാറിടാം. ഇത് ഞാൻ രണ്ട് രീതിയിൽ അച്ചാറിടുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാല് ഈ നാട്ടിലൊക്കെയാണ് മുളക് പൊടി ചേർത്തിട്ട് ഉള്ള അച്ചാറ്. പക്ഷെ കോട്ടയം അങ്ങോട്ട് നമ്മുടെ വീട്ടിലെ എപ്പോഴും പച്ചമുളകിലാ ഉണ്ടാക്കുന്നത്. അതാ എല്ലാവർക്കും ഇഷ്ടം അവിടെ. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വായോ. മീനെല്ലാം നന്നായിട്ട് കഴുകി ജലാംശമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 2.5 കിലോയുടെ മീനായിരുന്നു. തലയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഉള്ളത് ഇത്രയാണ്. 2.5 കിലോ തൂക്കം ഉണ്ടായിരുന്നു. ഇതാ അതിനകത്തോട്ട് ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടി കണ്ട, അതുപോലെ തന്നെ ഇതാ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഈ ഉണ്ടാക്കുന്ന അച്ചാറാക്കുന്ന രീതിയിലാണ് വ്യത്യാസം കേട്ടോ. ഇതാ നല്ല പോലെ അങ്ങോട്ട് പുരട്ടി വെക്കും. മീനയിൽ നമ്മളിങ്ങനെ മസാലയൊക്കെ മുളകും മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല വെയിലുള്ളപ്പോൾ ഇടുന്നതാണ് നല്ല. വെയിലത്ത് കൊണ്ടുപോയി ഇതൊന്ന് തട്ടയിൽ നിരത്തി വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് അച്ചാറിടുവാണെങ്കിൽ ഒന്നും കൂടെ വേഗം നല്ലപോലെ ഫ്രൈ ആകും. ജലാംശം എല്ലാം കുറച്ചൊന്ന് കുറയുകയൊക്കെ ചെയ്യുവേ. പക്ഷെ ഇന്ന് നമുക്ക് വെയിലില്ല, മഴയാ. അപ്പൊ അതാ ഞാനിതിങ്ങനെ മസാല പുരട്ടി ഇങ്ങനെ വെച്ചു. ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം വേണം നമുക്കെല്ലാം വറുത്ത് കോരാൻ. ഇനി എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അതെല്ലാം ഒന്ന് എടുത്തു വെക്കുകയും ചെയ്യാവേ. അപ്പം ഇതിങ്ങനെ ഒന്ന് മൂടി ഇവിടെ വെച്ചേക്കാം. നമ്മുടെ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, വെളുത്തുള്ളി, പിന്നെ ഇതാ പച്ചമുളക്, കറിവേപ്പില, വിനാഗിരി, ഉലുവാപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി. ഇത് കട്ടക്കായമാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് വറുത്തിട്ട് പൊടിച്ചതാണ്. നല്ലെണ്ണ, ഉപ്പ്. ആദ്യം ചട്ടിയൊക്കെ ഒരു ചട്ടി അടുപ്പ് വെച്ചു, സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു. ചുവട് കെട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുത്തേക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, അച്ചാറിടുമ്പോൾ നമ്മുടെ തവികള് പാത്രങ്ങളെല്ലാം തുടച്ച് ജലാംശം ഇല്ലാതെ ആക്കിയതിന് ശേഷമേ അച്ചാറിന് എടുക്കാവുള്ളൂ കേട്ടോ. കയ്യും എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം. ഇതാ ഇനി നമ്മുടെ മീന് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുത്ത് കോരി എടുക്കാവേ. നമുക്ക് ഉള്ളു വേകണം, പുറം കരിഞ്ഞു പോകരുത്. എന്നാൽ ഉള്ളു നല്ലപോലെ വേകുകയും വേണേ. അപ്പം അങ്ങനെ നമുക്കൊന്ന് ചെറുതീയിലിട്ട് വറുത്തെടുക്കാം. മീനൊന്ന് ഇളക്കി കൊടുക്കണേ. മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കരുത് കേട്ടോ. ഇതാ ഇത്രയൊന്ന് ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാവുള്ളേ. എല്ലാവരും മീനച്ചാറൊക്കെ ഉണ്ടാക്കുന്നതാണ് അറിയാം. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ എനിക്കൊരു 2.5 കിലോയുടെ ഒരു മീൻ കിട്ടിയപ്പം ഞാൻ അങ്ങ് ഇടുക. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടികൾ നിങ്ങളെ അങ്ങ് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇടാത്തവരും ഇങ്ങനെയല്ല ഇടുന്നതെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിക്കോ കേട്ടോ. നല്ലതാ. ഞാൻ എപ്പോഴും അച്ചാർ തീർന്ന ഉടനെ തന്നെ ഇട്ട് വെക്കുവേ. അപ്പം എന്താ പറയുക, നമുക്ക് എപ്പോഴും ആര് വന്നാലും ഒരു അച്ചാർ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒരു മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കഴിയുമ്പോൾ ഇട്ട് വെക്കുന്നതാണ്. നമ്മുടെ മീനൊക്കെ കണ്ടോ മൂത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കോരാം. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് മീനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതും കൂടെ ഒന്ന് കോരിയെടുത്താൽ മുളക് ചേർത്തുള്ള അച്ചാർ ഈ ചീനിച്ചട്ടി തന്നെ നമ്മൾ ഇടുവേ. ഇതിനകത്ത് മുളക് പൊടി ചേർത്തുള്ള അച്ചാർ ഈ എണ്ണയിൽ തന്നെ ഇടുവേ. വേറെ പാത്രത്തിലാണ് നമ്മൾ വെള്ള അച്ചാർ ഇടുന്നത്, അതായത് പച്ചമുളക് ചേർത്തുള്ള. അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാവേ. ഭയങ്കര ലെങ്തി ആകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. കാണിച്ചു തരാം ഞാൻ. ഇതാ ഇനി ഈ മീൻ നമുക്ക് അങ്ങ് കോരി മാറ്റാം. ഒരു ലേശം കൂടെ ഒന്നായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കോരാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാച്ച് മീനും കോരാം. എല്ലാ മീനും ഇങ്ങനെ കോരി
വേണേ അച്ചാറിന് ഒരു ഇച്ചിരി എണ്ണ വേണം, അതുകൊണ്ട് ഇച്ചിരി നല്ലെണ്ണയും കൂടെ ഒഴിച്ചു. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പം ഇഞ്ചി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ പകുതി വെളുത്തുള്ളി ഇട്ട് കൊടുത്തേ. കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി, തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനേ. മുളക് പൊടി നിങ്ങളുടെ പാകത്തിന്. ഞാനിത് കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിടുന്നത്. ഉലുവയൊക്കെ കണ്ടോ, ഒരു വലിയ സ്പൂൺ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതില്ലേ നമ്മുടെ കായപ്പൊടിയാണ്. ഈ കായം, കട്ടക്കായം നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്ത് പൊടിച്ചെടുത്താണ്. ശരിക്കും അച്ചാറുകൾക്ക് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ പൊടിയെക്കാട്ടിലും നമ്മുടെ കട്ടക്കായം പൊടിച്ച് ചേർക്കുന്നതാണ്. നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. മീനൊന്ന് കുതിരണം, അതിനാവശ്യമുള്ള ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നീളം വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ അച്ചാറിന് ഒരിക്കലും വെള്ളം ചേർക്കത്തില്ല. ചേർക്കാത്തതുകൊണ്ടാണ് എൻ്റെ അച്ചാർ കേടാവാതിരിക്കുന്നത്. ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മീനിൽ ഉള്ള ഉപ്പേ ഉണ്ടാവുള്ളൂ, ബാക്കി ഇതിനുള്ള എല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം ഒന്ന് പാകം നോക്കണേ. മീനിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഓക്കെ. വിനാഗിരി ഉപ്പും പാകം നോക്കി ചേർക്കുക. അല്ലാതെ ഇതിനകത്ത് നമ്മളിനി വെള്ളം ചേർക്കത്തില്ല. ഇത് അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതാ ഇനി നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര, എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതൊരു ടേസ്റ്റ് മേക്കറാണ്. സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തു. കണ്ടോ, ഇത്ര പരിപാടിയുള്ളേ. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി മീൻ കിട്ടിയാലും, ഞാനിപ്പോൾ ഒരു 2.5 കിലോയുടെ ഒരു മീൻ കിട്ടിയപ്പോൾ പെട്ടെന്ന് അച്ചാറിട്ട് വെച്ചേക്കാം, കറി വെച്ചാൽ തീരൂലല്ലോ എന്ന് വിചാരിച്ച് വേഗം ഇട്ടതാണ്. ഇതാ നോക്കിയാൽ, ഒരു കറിയില്ലാത്തപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് ഇച്ചിരി കൂട്ടിയാൽ പോരെ. അടിപൊളി അച്ചാർ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതിൻ്റെ വെള്ള അച്ചാർ ഉടനെ തന്നെ കാണിച്ചു തരാം. ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തരാമേ, ലെങ്തി ആയിപ്പോവും വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.